ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ പാർക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതിൽ ഒന്നാണ് ഈ പാർക്കിന് എൻട്രി ഫീ ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണെന്നല്ലേ ഞാൻ പറയാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഈ പാർക്ക് ഒരു ചാരിറ്റി ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പാർക്കിന് എൻട്രി ഫീ ഇല്ല. നമ്മുടെ കയ്യിൽ എത്രയാണോ അത് എത്രയായാലും ഒരു സംഭാവന പോലെ അവർക്ക് കൊടുക്കാം. അത് എത്രയാണെങ്കിലും അവർ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഹെർബൽ പാർക്ക് എന്നുള്ള പേര് സൂചിപ്പിക്കണ പോലെ ഇതിനകത്ത് ഒരുപാട് ഔഷധങ്ങളും ചെടികളും മരങ്ങളും പൂക്കളും ഒരുപാടുണ്ട് കേട്ടോ. കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്കാണ്. ഈ പാർക്ക് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല കേട്ടോ. പോരാത്തതിന് നിങ്ങൾ വന്നത് നഷ്ടമാണെന്നും പോലും നിങ്ങൾ ചിന്തിപ്പിക്കില്ല. കുട്ടികളായിട്ട് വന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു പാർക്കാണ് കേട്ടോ. ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലവും കൂടിയാണിത്. അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കും കൂടിയാണ്. ഈ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ പാർക്ക്. ചുറ്റും നടന്ന് കാണാൻ തന്നെ ഒരുപാടുണ്ട്. പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഗുഹകളൊക്കെ കാണാം കേട്ടോ. പിന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വഴികളും വാഹനങ്ങൾ പോകുന്നതും വരുന്നതും ഒക്കെ കാണാം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കുറച്ച് മേലോട്ടേക്ക് പോയാലോ. മേലോട്ടാണ് വിശേഷങ്ങൾ ഉള്ളത്. ഞാൻ റൗണ്ട് അടിച്ച് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മൊത്തം ഇവിടെ നടന്ന് കാണേണ്ട സ്ഥലവും കൂടിയാണ് കേട്ടോ. മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം അത്രക്കും അടിപൊളി സ്ഥലമാണ്. ഒരിക്കലും മടുപ്പ് തോന്നൂല നമുക്ക് നടക്കുമ്പോൾ. നമുക്കിത് ഈ ഗുഹൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കിയാലോ. ഞാൻ ധൈര്യം സംഭരിച്ച് കയറുകയാണ്. കാരണം എനിക്ക് പേടിയാണ് ഇങ്ങനത്തേലൊക്കെ കയറാൻ. പിന്നെ ആൾക്കാരെ കണ്ടുകൊണ്ട് ഞാനൊന്ന് കയറുകയാണ്. ചെറുതായിട്ടൊരു പേടിയില്ലാതില്ല. ആ ഒരു റൂമിൽ എന്തോ വെളിച്ചം തരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തോ ശില്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ, കല്ലുകൊണ്ട് തന്നെ പ്രതിമ. അപ്പോൾ മുകളിൽ നിന്ന് വെളിച്ചം ഇങ്ങോട്ടേക്ക് താഴോട്ട് തരുമ്പോൾ ആ പ്രതിമനെ എടുത്ത് കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തോ ഈ പൊടികളൊക്കെ ഇങ്ങനെ അടിക്കുക ക്യാമറയ്ക്ക്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എത്രമാത്രം എന്ന് എനിക്കറിയില്ല. അപ്പോൾ പോകുന്ന വഴിക്കൊന്ന് കണ്ടപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയിട്ടോ. ആരോ നിൽക്കണ പോലെ എനിക്ക് തോന്നി. അതിന് അങ്ങോട്ട് വൈകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വവ്വാലിനെ കണ്ടു. ഇക്ക കാണിച്ചു തന്നതാണ് കേട്ടോ. ഞാൻ പേടിച്ചു പോയി. എന്തായാലും ഞാൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇങ്ങനെ വന്നു. പോകുന്ന വഴിക്ക് ഇതുപോലെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഓരോ കല്ലിലും കൊത്തുപണികൾ ചെയ്ത് കാണാം കേട്ടോ. ആദിവാസികളായാലും ബുദ്ധൻ്റെ ആയാലും അമ്മയും കുഞ്ഞുമായിട്ടുള്ള സ്നേഹവും ഒക്കെ എടുത്ത് കാണിക്കുന്ന ഒരു ചിത്രം ഇങ്ങനെ കാണാം കേട്ടോ. കൊത്തുപണികൾ അതൊരുപാട് നന്നായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ പാർക്ക് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നത് എന്ന് വെച്ചതിന് ഇതുപോലൊക്കെ തന്നെ കേട്ടോ. പ്രതിമകളും ചെണ്ട വീണ അങ്ങനത്തെ ഒക്കെ ഓരോ കൃത്രിമമായി ഉണ്ടാക്കിയ തൂണുകൾ ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇത് നോക്കി ചന്ദന കൊണ്ടുള്ള സീറ്റൊക്കെ ആയിട്ട് അത് നല്ല രസം തോന്നി എനിക്ക്. ഞാനത് മരമാണോ എന്ന് നോക്കണ്ടിട്ട് അവിടെ പോയിട്ട് മുട്ടി നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് മരത്തോണ്ട് ഉണ്ടാക്കിയതാണ്. അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ പുതിയ ഫ്രണ്ട്. എങ്ങനെ ഇരിക്കണേ? ഇതാണ് ഖദീജ ഓനുമായിട്ട് കൂട്ടായി. നമ്മുടെ കുരങ്ങമ്മാമനാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെ കുരങ്ങമ്മാമനോട് ഞാൻ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കാണ്. എന്തായാലും അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ താഴോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഖദീജ വേഗം ഓടി തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ കളിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഓൾക്ക് അറിയില്ല താഴോട്ട് കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കണ്ട ഒരു വീടും ആ വീടിൽ വേലിമല് ഫുള്ള് പുല്ലൊക്കെ ആയിട്ട് അവിടുന്ന് ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസ് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലൊന്ന് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാ പേജ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഫോട്ടോ ഞാൻ സ്റ്റോറി ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. അതിലൊന്നുമില്ല കേട്ടോ, വെറുതെ അങ്ങനെ ഒന്ന് കൊടുത്തതാണ്. എന്ന് കാണുമ്പോൾ ആ കുളത്തിന് ഒരു ഭംഗി തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ കൊടുത്തതായിരിക്കാം. അതിൽ ഫിഷോ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഔഷധങ്ങളും പറയാനില്ല, ഒരുപാടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഹെർബൽ പാർക്ക് എന്ന് പേര് കൊടുത്തത് തന്നെ അതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുന്ന് താഴോട്ടേക്ക് നടന്നാലാണ് കേട്ടോ നമ്മുടെ കുട്ടികളുടെ വേറൊരു പാർക്കും കൂടി ഉണ്ട്. കളിക്കാനുള്ള റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ തന്നെ ഒരു ഇതുണ്ട്. ചങ്ങാടവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതാ ഹെലികോപ്റ്ററൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് എന്നാണ് ഖദീജ പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ അതിൽ കയറിയില്ല കേട്ടോ. ചിലപ്പോൾ അത് കുട്ടികൾ കളിക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കയറിയില്ല. അപ്പോൾ താഴോട്ട് വന്നപ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. അങ്ങാടത്തിലൊക്കെ ചെയ്യാൻ നമുക്ക് അതൊക്കെ ഞാൻ കാണിച്ചു തരാൻ വയ്യേ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് ഈ പാർക്ക് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമായി. ഇതുപോലെ ഒരു കൂണൊക്കെ ഉണ്ടാക്കി അതിൽ സീറ്റൊക്കെ നിർമ്മിച്ച് എത്ര ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് അല്ലേ. എന്ത് മനോഹരമാണ്. എന്താ പറയുക, ഈ പാർക്ക് അങ്ങനെ മനസ്സിൽ തന്നെ പതിഞ്ഞു പോവുകയാണ്. ഒരു കപ്പൊക്കെ ഉണ്ടാക്കി അതിൽ മണലൊക്കെ ഇട്ടിട്ട് എന്ത് രസമാണ് കാണാൻ. ഇത് നോക്കി ചങ്ങാടത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഒരു കുടയൊക്കെ ഉണ്ടാക്കിയിട്ട് കൃത്രിമമായിട്ട് മണ്ണുകൊണ്ടാണോ കല്ലുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ എല്ലാം കിട്ടും, ചായ ആയാലും ജ്യൂസ് ആയാലും ഒക്കെ അവിടെ തന്നെ കിട്ടും. പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര കളിയിലാണ്. ഇന്ന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്രൗഡാണ് മൊത്തം കേട്ടോ. അപ്പോൾ ആ പാർക്കിൻ്റെ ഉള്ളിലെ ഐസ്ക്രീം കടൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഒരു പാലം പോലെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശനം ഇല്ല കേട്ടോ. അവിടെ എന്തോ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര അടിപൊളിയാണ് അല്ലേ ഈ പാലൊക്കെ നിർമ്മിച്ചിട്ട്. ഇവിടെ കിട്ടുന്ന ഒരു വ്യൂവും പിന്നെ കാറ്റും ഒക്കെ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഇവിടെ വന്ന് തന്നെ അറിയണം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഫാമിലിൻ്റെ കൂടെയുള്ള ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. വെയിലൊക്കെ മുഖത്തടിക്കുമ്പോഴും ആ ഒരു തണുത്ത കാറ്റ് കൊള്ളുമ്പോഴും പ്രത്യേക തരം ഒരു രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചങ്ങാടത്തിലൊക്കെ ഒന്ന് നോക്കി ഇരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു പ്രതിമ കണ്ടത്. മീന് പിടിക്കാനിരിക്കുന്ന ഒരു പ്രതിമ കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്. റിയലായിട്ട് മനുഷ്യനെ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ചങ്ങാടത്തിലൊക്കെ ഒന്ന് കയറണ്ടേ. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണേ. അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചങ്ങാടം കിട്ടി. അപ്പോൾ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് കയറുകയാണ്. ഉമ്മാക്ക് ഇതിൽ കയറാൻ പറ്റൂല കേട്ടോ. പിന്നെ ചങ്ങാടം കയറുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ അത് കുറച്ചായിപ്പോയി, അവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഒരുപാട് ഉണ്ടെങ്കിൽ ഒരു രസമായിരുന്നേനെന്ന് തോന്നിപ്പോയി. ആ ഒരു കുറവ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം അത്രയും രസമായിരുന്നു. അമ്മായിക്ക് എന്തോ പേടി, ഞാനിങ്ങനെ ഇളക്കി കളിക്കുന്ന ഓനോട് ഇളക്കില്ല എന്നൊക്കെ പറയുകയാണ് അമ്മായി. അപ്പം അമ്മായിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. മക്കളെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് അമ്മായിക്ക് പേടിയാണ്. അങ്ങനെ ഞാനും കയറുകയാണ്.
അപ്പോൾ ഇവിടെ ഒരു ഫാമൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കറുത്ത കോഴിയും പിന്നെ താറാവും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫാമിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനായി. അപ്പോൾ അമ്മുവിനെ ഞാൻ കുറച്ച് നേരം ഊനാലൊക്കെ ആട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് അമ്മായിയും ഊനാലാടുകയാണ്. അമ്മായിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അമ്മായിക്ക് പ്രത്യേകിച്ച് മക്കളെ കാര്യത്തിലായാലും അമ്മായിക്കായാലും ഭയങ്കര പേടിയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ പാർക്കിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പാർക്കൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ പാർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ പാർക്ക് അതുപോലെ പരമാവധി വിസിറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഇത് ബോറായിട്ട് തോന്നൂല. ഈ പാർക്ക് നൽകി വരുന്ന സഹായങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക്. അപ്പം നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ഈ പാർക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം. കാരണം കൂടുതൽ കരങ്ങളിലേക്ക് ആ ഒരു പൈസ എത്തുമ്പോൾ നമുക്കും സന്തോഷമാണ്, അവർക്കും സന്തോഷമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.